ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണം തുടരുകയാണ്. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലാണ് ഇത്തവണ യമൻ പോറ്റി വളർത്തുന്ന സായുധ സംഘത്തിൻ്റെ ആക്രമണത്തിനിരയായത്. യമനെതിരെ അമേരിക്കയും ബ്രിട്ടനും നടത്തുന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് കപ്പൽ ആക്രമിച്ചതെന്ന് ഹൂതികൾ അവകാശപ്പെട്ടു. വെള്ളിയാഴ്ച ആക്രമണം നടത്തിയെന്നാണ് ഹൂതി വക്താവ് യഹിയ സാരി പറഞ്ഞത്. യമനിലെ ഹൊദൈദ പ്രവിശ്യയിൽ അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ 16 പേർ കൊല്ലപ്പെട്ടെന്നാണ് ഹൂതികൾ ആരോപിക്കുന്നത്. വ്യാഴാഴ്ചയാണ് ഈ ആക്രമണം ഉണ്ടായത്. ഇതിന് പ്രതികാരമായാണ് അമേരിക്കയുടെ കപ്പൽ ആക്രമിച്ചതെന്നും ഹൂതി വക്താവ് വ്യക്തമാക്കി. ഹൂതികൾ നിയന്ത്രിക്കുന്ന ടെലിവിഷൻ ചാനലിൽ ഈ ആക്രമണത്തിൻ്റേതെന്ന് അവകാശപ്പെടുന്ന ദൃശ്യങ്ങളും സംപ്രേഷണം ചെയ്തു. ആക്രമണത്തിൽ 42ഓളം സാധാരണ പൗരന്മാർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇവർ ചികിത്സയിൽ കഴിയുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ആക്രമണത്തിൽ തങ്ങളുടെ പോരാട്ട വീര്യം തകർക്കാനാവില്ലെന്നാണ് ഹൂതികൾ പറയുന്നത്. പലസ്തീന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആക്രമണം തുടരുമെന്ന് ഹൂതികൾ വ്യക്തമാക്കുന്നു. അതിനിടെ ആക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹൂതികളുടെ നിയന്ത്രണത്തിൽ യമനിലും ചെങ്കടലിലുമുള്ള 13 കേന്ദ്രങ്ങളിൽ വിജയകരമായി ആക്രമണം നടത്തിയതായി എക്സിൽ US സെൻട്രൽ കമാൻഡ് കുറിച്ചു. ബ്രിട്ടൻ പ്രതിരോധ മന്ത്രാലയവും ആക്രമണ വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തെ ന്യായീകരിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് രംഗത്തെത്തി. ഹൂതികൾ ഉയർത്തുന്ന ഭീഷണിക്കെതിരായ സ്വയം പ്രതിരോധമാണ് ആക്രമണമെന്നും ഋഷി സുനക് അവകാശപ്പെട്ടു. ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണത്തിനിരയാകുന്ന കപ്പലുകളുടെ രക്ഷകരായി ഇന്ത്യൻ നാവികസേന എത്താറുണ്ട്. ഒടുവിൽ ഹൂതി ആക്രമണത്തിനിരയായ പനാമ കപ്പലിനെയാണ് ഇന്ത്യൻ നാവികസേന രക്ഷിച്ചത്. നാവികസേനയുടെ INS കൊച്ചിയും രക്ഷാദൗത്യത്തിൽ പങ്കാളികളായി. ചെങ്കടലിൽ വെച്ചായിരുന്നു ഹൂതി ആക്രമണം. കപ്പലിൽ ഉണ്ടായിരുന്ന 22 ഇന്ത്യൻ ജീവനക്കാരെ അടക്കം 30 പേരെയും രക്ഷപ്പെടുത്തി. റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ട എണ്ണക്കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. 3 ബാലിസ്റ്റിക് മിസൈലുകളാണ് കപ്പലിന് നേരെ തൊടുത്തത്. ആക്രമണത്തിൽ കപ്പലിന് നിസ്സാര കേടുപാട് പറ്റി. ഹൂതി സൈനിക വക്താവ് ഈ ആക്രമണം സ്ഥിരീകരിച്ചിരുന്നു. റഷ്യയിലെ പ്രിമോസ്കിൽ നിന്ന് ഗുജറാത്തിലെ വാദിനാറിലേക്കുള്ള യാത്രയ്ക്കിടെ യമനിലെ മോർച്ച തീരത്തിന് സമീപമാണ് ആക്രമണം ഉണ്ടായത്. മാർച്ചിൽ ചെങ്കടലിൽ ഹൂതികൾ ചരക്ക് കപ്പലിന് നേരെ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 3 കപ്പൽ ജീവനക്കാർ കൊല്ലപ്പെട്ടിരുന്നു. 2 ഫിലിപ്പീൻസുകാരും 1 വിയറ്റ്നാം പൗരനുമാണ് കൊല്ലപ്പെട്ടത്. ഹൂതികളുടെ ആക്രമണത്തിൽ ആളപായമുണ്ടാകുന്നത് ആദ്യമായിട്ടായിരുന്നു. മിസൈൽ ആക്രമണത്തിൽ തീപിടിച്ച ഗ്രീസ് ഉടമസ്ഥതയുള്ള ചരക്ക് കപ്പലിൽ നിന്ന് ഇന്ത്യക്കാരനുൾപ്പെടെ 21 ജീവനക്കാരെ ഇന്ത്യൻ നാവികസേന ഒഴിപ്പിച്ചു. 2 ഫിലിപ്പീൻസുകാർക്ക് ഗുരുതര പരിക്ക് പറ്റിയിരുന്നു. തെക്ക് പടിഞ്ഞാറൻ ഏതൻ തീരത്താണ് ആക്രമണം ഉണ്ടായത്. നവംബറിന് ശേഷം ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ 50-ലേറെ മിസൈൽ ആക്രമണങ്ങളാണ് ഹൂതികൾ നടത്തിയത്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം നിർത്തും വരെ കപ്പലുകളെ ലക്ഷ്യമിടും എന്നാണ് ഹൂതികളുടെ നിലപാട്.